ട്രെയിൻ യാത്രയിൽ പൊതിച്ചോറ് അത് നിർബന്ധമാണ്. ആവശ്യം അറിയിച്ചപ്പോഴത്തേക്ക് ഇല വെട്ടാൻ പറഞ്ഞു. ഇല വെട്ടി. നല്ല നാടൻ കോഴിമുട്ടയിൽ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഓംലെറ്റ് ഉണ്ടാക്കി. ഓംലെറ്റ് റെഡി ആയപ്പോഴേക്കും അമ്മ ഗ്യാസ് അടുപ്പ് കത്തിച്ച് ഇലയൊക്കെ നന്നായിട്ട് വാട്ടിയെടുത്ത്. അപ്പോഴേക്കും വൈഫ് ചമ്മന്തി ഉണ്ടാക്കാൻ കയറി. തേങ്ങയൊക്കെ നന്നായിട്ട് ചിരണ്ടി. പിന്നെ അറിയാമല്ലോ, പൊതിച്ചോറിലെ പ്രധാനപ്പെട്ട ഐറ്റം ചമ്മന്തിയാണ്. അത് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കി. ആവശ്യത്തിന് മുളക് പൊടി, ചെറിയ ഉള്ളി, ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് മിക്സിയിൽ ചെറുതായിട്ട് ഒന്ന് അരച്ചെടുത്ത് ഇത് ചമ്മന്തി റെഡിയായിരിക്കുകയാണ്. അമ്മ ചോറിട്ടു. വീട്ടിൽ വിളവെടുത്ത കോവയ്ക്കയുടെ തോരനുണ്ടായിരുന്നു. തോരൻ വെച്ചതിന് ശേഷം ഓംലെറ്റ് ഇങ്ങനെ സൈഡിൽ മടക്കി വെച്ചു. മതിയത്ത് ചമ്മന്തി വെച്ചു. ദില്ലൂസിന് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോഴേക്കും അമ്മ സൈഡിൽ അച്ചാർ വെച്ചു. എല്ലാം നന്നായിട്ട് മടക്കി പൊതിഞ്ഞ് പൊതിച്ചോറ് റെഡി. പിന്നെ അത് നേരെ ബാഗിലേക്ക്. ദില്ലൂസിൻ്റെ വക സെക്യൂരിറ്റി ചെക്കപ്പൊക്കെ കഴിഞ്ഞു. ഞാൻ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോയി ബസ് കാത്തു നിന്നു. ബസ് വന്നു. നേരെ റെയിൽവേ സ്റ്റേഷനെത്തി. പ്ലാറ്റ്ഫോമിൽ വെച്ച് തന്നെ പൊതി തുറന്നു. എടുത്ത് കഴിച്ചു. സംഭവം സൂപ്പർ. നല്ല സമാധാനമായിട്ടിരുന്ന് കഴിച്ചു. പൊതിച്ചോറിന് ഞാൻ 10 ഔട്ട് ഓഫ് 10 മാർക്ക് കൊടുത്തു. അപ്പോഴേക്കും ട്രെയിൻ വന്നു.